സോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിനെ പറ്റി എന്തെങ്കിലും വീഡിയോ ചെയ്യുമോ, ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുമോ കാര്യങ്ങളൊക്കെ. ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതൊരു അച്ചടി ഭാഷ പോലെ ഞാൻ വെറുതെ ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ നമുക്ക് നേരെ കാര്യത്തിൽ അടക്കാം. സോ ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ എന്താ വെച്ചാൽ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗിലെ മെയിൻ 4 പില്ലേഴ്സ് ആയിരിക്കും. ആ ഒരു 4 സ്റ്റെപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫോളോ ചെയ്യേണ്ട ഒരു സംഭവം. അതായത് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാണ്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് ഒന്നും വർക്കാവില്ല. സോ ദി ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് പില്ലർ ഇൻ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് റിസർച്ച് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെലക്ഷൻ. ഓക്കെ, ഡ്രോപ്പ് ഷിപ്പിംഗിലെ മെയിൻ പില്ലർ ആണ് ഈ പ്രൊഡക്റ്റ് സെലക്ഷൻ. വിത്തൗട്ട് പ്രൊഡക്റ്റ് ഇറ്റ്സ് നോട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഓക്കെ, അത് ഫിസിക്കൽ പ്രൊഡക്റ്റ് ആവാം അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആവാം. ഈ പ്രൊഡക്റ്റ് ഇല്ലാണ്ട് അത് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയില്ല. അതെന്ന് പറയുന്നത് ചിലപ്പം പ്രൊഡക്റ്റ് ഇല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പം SMMA ആവാം, അതായത് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ആവാം, അല്ലെങ്കിൽ ചിലപ്പം ഫ്രീലാൻസിങ് ആവാം. നിങ്ങൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് റീസെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ഷിപ്പിംഗിലേക്ക് മാറി. സോ നിങ്ങൾ റൈറ്റ് പ്രൊഡക്റ്റ് റൈറ്റ് ടൈമിന് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി അത് ചിലപ്പോൾ വിന്നിംഗ് ആയി കിട്ടും നിങ്ങൾക്ക്. സോ പ്രൊഡക്റ്റ് സെലക്ഷനിൽ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ കാണുന്ന പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് വിന്നിംഗ് ആണെന്ന് തോന്നും. ലൈക്ക് X എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ട് ഓക്കെ ഇത് ടെസ്റ്റ് കഴിഞ്ഞാൽ ഇത് വിന്നിംഗ് ആവില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. Y എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മൈൻഡ് സെറ്റ് ആയിരിക്കും ഓക്കെ ഇതും വിന്നിംഗ് ആവുള്ളൂ. കാണുന്ന പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് വിന്നിംഗ് ആയി കിട്ടുന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും ബിഗിനർ ആകുമ്പോൾ. അതെങ്ങനെ മാറ്റിയെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ കസ്റ്റമർ ടേസ്റ്റ് മനസ്സിലാക്കണം. സോ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് റിസർച്ച് ഉണ്ടാവുമല്ലോ. ഈ പ്രൊഡക്റ്റ് റിസർച്ചിൽ നിങ്ങൾ ബഞ്ച് ഓഫ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50 to 100 ഓക്കെ 50 to 100 ലിസ്റ്റോളം പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന പ്രൊഡക്ട്സ് നിങ്ങൾ എക്സലിലേക്ക് അപ്ലോഡ് ചെയ്യാം. എക്സലിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സെല്ലർ മൈൻഡിൽ നിന്ന് നിങ്ങൾ കസ്റ്റമർ മൈൻഡിലേക്ക് മാറുക. ലൈക്ക് ഞാൻ അതുവരെ സെല്ലറാണ്. ഓക്കെ, ഞാൻ ലിസ്റ്റ് ചെയ്തു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തു ഒരു 100ഓളം പ്രൊഡക്റ്റ് ഞാൻ എക്സൽ ഫയലിൽ ലിസ്റ്റ് ചെയ്ത് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ്. നൗ എന്റെ മൈൻഡ് സെറ്റ് പറഞ്ഞ് കസ്റ്റമറിലേക്ക് മാറി. ഇനി കസ്റ്റമറിന്റെ മൈൻഡ് സെറ്റിൽ ഞാൻ നോക്കും ഞാൻ എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണം, എനിക്ക് കൊടുക്കുന്ന പൈസക്ക് വേർത്ത് ആണോ, അല്ലെങ്കിൽ ഇത്രയും വാല്യൂ ഈ പ്രൊഡക്റ്റിന് ഉണ്ടാവുമോ, എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഇത് എന്തെങ്കിലും പ്രോബ്ലം എനിക്ക് സോൾവ് ചെയ്യുന്നുണ്ടോ ലൈഫിൽ. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ ഉള്ളിൽ വരും നമ്മൾ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ. സോ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം സെല്ലറിന്റെ മൈൻഡിൽ. ആ സെല്ലറിന്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാൻ നോക്കണം. ഓക്കെ, നമ്മളെ ഒരു അഡ്വർടൈസ്മെന്റോ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അത് കസ്റ്റമറുടെ മൈൻഡിൽ എന്തൊക്കെ തിങ്ക് ചെയ്യുന്നോ അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സോ പ്രൊഡക്റ്റ് സെലക്ഷനിൽ ഈ ഒരു കാര്യമുണ്ട്. ആൻഡ് എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പ്രൊഡക്റ്റ് സെലക്ഷൻ നോക്കുന്ന സമയത്ത് കാര്യമായിട്ട് 2 കാര്യങ്ങളാണ് നോക്കുക. ഒന്ന് വാവ് ഫാക്ടർ. ഓക്കെ, രണ്ടാമത്തെ കാര്യം വെച്ചാൽ പ്രോബ്ലം സോൾവിങ്. ആ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. സോ നിങ്ങൾക്ക് എങ്ങനെ പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യാം അതിനായിട്ട് 2 ടൂൾ ഞാൻ പ്രൊവൈഡ് ചെയ്ത് തരാം. ഒന്ന് മെറ്റ ആഡ്സ് ലൈബ്രറി. ഓക്കെ, ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രീ ആണ്. മെറ്റ തന്നെ കൊടുക്കുന്ന ഒരു ഫ്രീ പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു ടൂൾ. സോ ഈ മെറ്റ ആഡ്സ് ലൈബ്രറി നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യാം. രണ്ടാമത് ഞാൻ പറയാൻ പോകുന്ന ഒരു പെയ്ഡ് വേർഷൻ ആണ്. അത് ഇന്ത്യൻ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണ്. പിപ്പി ആഡ്സ്. ഓക്കെ, പിപ്പി ആഡ്സ് മാനേജർ ആണ്, അത് പെയ്ഡ് ആണ്. നിങ്ങൾക്ക് ഈ വിന്നിംഗ് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടി. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിന്റെ സപ്ലയറിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്, അതായത് പ്രൊഡക്റ്റ് സോഴ്സിങ്. സോ അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ചില പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഓൾറെഡി വൈറലായ പ്രൊഡക്റ്റ് ആയിരിക്കും. ലൈക്ക് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ചിലപ്പോൾ മേ ബി ഒരു 5-6 മാസം മുമ്പോ അല്ലെങ്കിൽ 1 year ബാക്കോ ഓൾറെഡി പ്രീവിയസ് ഇയറിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന പ്രൊഡക്റ്റ്. അങ്ങനത്തെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ സപ്ലൈസിന്റെ അടുത്തും ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. ബട്ട് റീസെന്റ് ലോഞ്ച് ചെയ്ത്, അതായത് ചൈനയിൽ നിന്നൊക്കെ റീസെന്റ് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ, അതായത് നിങ്ങളിപ്പം ഈ മന്തോ അല്ലെങ്കിൽ റീസെന്റ് വീക്കായിട്ടോ ആ പ്രൊഡക്റ്റ് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ സപ്ലൈസിന്റെ അടുത്തും ആ പ്രൊഡക്റ്റ് കിട്ടിയെന്ന് വരില്ല. വൈ? ബിക്കോസ് എല്ലാ സപ്ലൈസിന്റെ അടുത്ത് ആ പ്രൊഡക്റ്റ് കിട്ടാത്തത് എന്താ വെച്ചാൽ ഒരു യുണീക് ഡ്രോപ്പ് ഷിപ്പർ ആ ഒരു പ്രൊഡക്റ്റ് ചിലപ്പം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തായിരിക്കും സപ്ലയർ വഴി. സോ ആ സപ്ലയർ ചിലപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാര്യങ്ങളൊന്നും ആ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ പ്രൊഡക്റ്റ് പബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഓൾറെഡി വിന്നിംഗ് ആയ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സോഴ്സ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇപ്പൊ റീസെന്റ് ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സോഴ്സ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. സോ വേറെ സംഭവം എങ്ങനെ വരുന്നത് വെച്ചാൽ നിങ്ങളിപ്പം പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്ത് പ്രൊഡക്റ്റ് സപ്ലയർ ആയിട്ട് കണക്റ്റും ചെയ്ത് 2 രീതിയിലുള്ള സപ്ലൈസ് ആണ് ഉണ്ടാവുക. അതായത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അവിടുന്ന് കസ്റ്റമർ റേറ്റിൽ വാങ്ങിയിട്ട് ഹൗസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വെയർ ഹൗസിലോ കീപ്പ് ചെയ്യാം. എന്നിട്ട് അവിടുന്ന് നിങ്ങൾക്ക് പാക്ക് ചെയ്തിട്ട് സെല് ചെയ്യാം. രണ്ടാമത്തെ സപ്ലൈസ് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാം. പ്രൊഡക്റ്റ് അവരുടെ അടുത്ത് വാങ്ങിയിട്ട് അവരുടെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്യാം. അതായത് അവരുടെ വെയർ ഹൗസിൽ തന്നെ കീപ്പ് ചെയ്യാം. അവരുടെ വെയർ ഹൗസിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഓർഡറിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അവരുടെ വെയർ ഹൗസിൽ നിന്ന് ഡെലിവറി ചെയ്യും. ബട്ട് ഇതേപോലെ റിട്ടേൺ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ചെറിയൊരു പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ റിട്ടേൺ മാനേജ് ചെയ്തോളും. സോ 2 രീതിയിലുള്ള സപ്ലൈസ് ആണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് റൈറ്റ് ആണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാം. സോ ഇന്ത്യയിലെ സപ്ലൈസിനെ കണ്ടുപിടിക്കാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇന്ത്യ മാർട്ട് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ആണ്. രണ്ടാമതുള്ള ഒന്ന് റോപ്പോസ് ആണ്, അത് ബിഗിനർ ഫ്രണ്ട്ലി ആണ്. സോ നിങ്ങൾ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു, പ്രൊഡക്റ്റിന് വേണ്ട സപ്ലയറിനെ കണ്ടുപിടിച്ചു. വാട്ട്സ് നെക്സ്റ്റ് സ്റ്റെപ്പ്?
ഇറ്റ്സ് സ്റ്റോർ ക്രിയേഷൻ അഥവാ വെബ്സൈറ്റ് ക്രിയേഷൻ. ഓക്കെ, അടുത്ത മേജർ പില്ലറാണ് വെബ്സൈറ്റ് ക്രിയേഷൻ. സോ ഇതിനായിട്ട് ഒരുപാട് പേര് ചൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഷോപ്പിഫൈ. എന്തുകൊണ്ട് ഷോപ്പിഫൈ? അതെന്ന് പറയുന്നത് വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ലൈക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ഡാറ്റാ സെറ്റ് മനസ്സിലാവും, എങ്ങനെയാണ് ഈ സെറ്റിംഗ്സ് ഇങ്ങനെയൊക്കെ. സോ അതിൽ തന്നെയായിരിക്കും വെബ്സൈറ്റ് ക്രിയേഷൻ നമുക്ക് ഉണ്ടാവുക. സോ ഷോപ്പിഫൈ എന്ന് പറഞ്ഞത് 1 മന്തിലേക്ക് ഫ്രീ പ്ലാൻ കൊടുക്കുന്നുണ്ട്. അതായത് 20 രൂപ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് 1 മന്ത് ഫ്രീ ട്രയൽ കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം മുമ്പ് വരെ ഷോപ്പിഫൈ എന്ന് പറയുന്നത് 3 മാസത്തേക്ക് 20 രൂപ വെച്ചിട്ട് പെർ മന്ത് 20 രൂപ വെച്ചിട്ട് ഫ്രീ കൊടുത്തിട്ടുണ്ടായിരുന്നു ട്രയൽ പീരീഡ്. ബട്ട് ഇപ്പൊ അത് ചുരുക്കി 1 മാസത്തേക്ക് ഫ്രീ ട്രയൽ ആക്കിയിട്ടുണ്ട് 20 രൂപ ഇൻവെസ്റ്റ്മെന്റിൽ. സോ നിങ്ങൾക്ക് 1 മാസത്തേക്ക് ഈ ഷോപ്പിഫൈ അല്ലെങ്കിൽ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ 20 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വെബ്സൈറ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പം ഒരു വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് ഇത് സ്കാം ആണെന്നുള്ള രീതിയിലേക്ക് നമ്മൾ കയറാം. ലൈക്ക് നമുക്ക് വെബ്സൈറ്റ് കാണുമ്പോൾ ട്രസ്റ്റ് വരണം. സോ നമ്മൾ കസ്റ്റമറിന്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ, ലൈക്ക് ആമസോൺ നോക്കാം. നമ്മളിപ്പോൾ ആമസോണിൽ പോകുന്ന സമയത്ത് ചിലപ്പം റിവ്യൂ സെക്ഷൻ നമ്മൾ നോക്കും. റിവ്യൂ സെക്ഷനിൽ നമ്മൾ ഫോട്ടോസ് ഒക്കെ നോക്കും. ഓക്കെ, ജെന്യൂൻ പ്രൊഡക്റ്റ് ആണ് കാര്യങ്ങളൊക്കെ. സോ അത് തന്നെ ഇവിടെ കോപ്പി ചെയ്യുക. ലൈക്ക് എന്താ പറയുക, കസ്റ്റമർ നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ കസ്റ്റമറും ഇതേപോലെ തന്നെ നോക്കും റിവ്യൂസും കാര്യങ്ങളൊക്കെ. റിവ്യൂസിൽ ഇതേപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കും. ഓക്കെ, ഫോട്ടോസ് മാച്ച് ആവുന്നുണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് ആയിട്ട്. ഓക്കെ, ഇത് ജെന്യൂൻ ആണെന്നുള്ളത് മാത്രമല്ല കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതും ജെന്യൂൻ ആണ്. ഓക്കെ, ഈ സൈറ്റ് ജെന്യൂൻ ആണെന്നുള്ളത് അതിൽ തന്നെ കസ്റ്റമേഴ്സിന് മനസ്സിലായി. ബാക്കിയുള്ള എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോസ്, ഹൈ ക്വാളിറ്റി ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക, ജിഫ് പ്രൊവൈഡ് ചെയ്യുക. ജിഫ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കസ്റ്റമർ മനസ്സിലാകുന്നില്ല ഇതിന്റെ യൂസേജ്. സോ അത് നമ്മൾ ജിഫ് ആക്കിയിട്ട് ലൈക്ക് ഓരോ യൂസേജ് ഉണ്ടാവുമല്ലോ. സോ അത് നമ്മൾ ജിഫ് ഫോർമാറ്റ് ആക്കുന്ന സമയത്ത് സൈറ്റിൽ നിന്ന് കാണുമ്പോൾ കസ്റ്റമറിന് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും, ഓക്കെ ഈ പ്രൊഡക്റ്റിന്റെ യൂസ് ഇങ്ങനെയാണ്, ഇതിന്റെ ബെനിഫിറ്റ് ഇങ്ങനെയാണ് വരുന്നത്. സോ ജിഫ് പ്രൊവൈഡ് ചെയ്യാം. അപ്പം നിങ്ങൾ ടെക്സ്റ്റും ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ. സോ അതെന്ന് പറഞ്ഞാൽ ഷോർട്ട് ആക്കുക. ലൈക്ക് ഒരുപാട് സെന്റൻസ്, ഒരുപാട് പാരഗ്രാഫ് ഒന്നും വേണ്ട. ചാറ്റ് GPT യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ലൈക്ക് ഒരു 3-4 സെന്റൻസിന്റെ ഒരു ഇത് കൊടുക്കുക. അതെന്ന് പറയുന്നത് മെയിൻ ഹൈലൈറ്റ് പോയിന്റും ആയിരിക്കണം, വെറുതെ വലിച്ചു നീട്ടി കൊടുക്കണ്ട. പിന്നെ വെബ്സൈറ്റിന്റെ പ്രൊഡക്റ്റ് പേര് എന്ന് പറഞ്ഞാൽ ചൈനീസ് പേരൊക്കെ കൊടുക്കാൻ നിൽക്കരുത്. കാരണം ചൈനീസ് പേര് പറയുന്ന ഒരു 10-15 വേർഡൊക്കെ നീട്ടി പോകുന്ന ഒരു വേർഡാണ്. നിങ്ങൾ ആ പ്രൊഡക്റ്റിനെ ടാർഗറ്റ്, അതായത് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നതും പ്രൊഡക്റ്റ് ഡയറക്റ്റ് കസ്റ്റമറുടെ അടുത്തേക്ക് പറയുന്ന രീതിയിലും ഒരു ഷോർട്ട് ആക്കുക. ലൈക്ക് ഒരു 2-3 വേർഡ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് മാർക്കറ്റിംഗ്. ഓക്കെ, നൗ എന്താണ് മാർക്കറ്റിംഗ്? അതായത് നമ്മുടെ പ്രൊഡക്റ്റുള്ള വെബ്സൈറ്റ് അതിലേക്ക് നമ്മൾ ട്രാഫിക് ആഡ് ചെയ്യുന്നത്, ലൈക്ക് കസ്റ്റമേഴ്സിനെ അതിലേക്ക് കൊണ്ടുവരുന്നത്, ഡയറക്റ്റ്ലി അതിലേക്ക് കൊണ്ടുവരുന്നത്. സോ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതിലിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർഗാനിക് മാർക്കറ്റിംഗ് ഉണ്ട്. അതായത് നമ്മൾ കണ്ടന്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യുന്നു. അടുത്ത മാർക്കറ്റിംഗ് എന്ന് പറയുന്ന എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ലൈക്ക് നമ്മൾ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി നമ്മൾ നമ്മുടെ പ്രൊഡക്ട്സ് എന്താ പറയുക അവരെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിക്കുന്നത്. സോ അവർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ ഓഡിയൻസ് ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് വാങ്ങിക്കും. ആൻഡ് ദി മെയിൻ വൺ പെയ്ഡ് അഡ്വർടൈസ്മെന്റ്. ലൈക്ക് നമ്മൾ മെറ്റ ആഡ്സ് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ്, സ്നാപ്ചാറ്റ് ആഡ്സ് അങ്ങനെ യൂസ് ചെയ്യുന്നു. ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗിൽ മെറ്റ ആഡ്സ് ആയിരിക്കും പ്രോബ്ലി നമ്മൾ യൂസ് ചെയ്യുക. കാരണം സ്നാപ്ചാറ്റ് അത്ര ഓഡിയൻസ് കൺവേർഷൻ വരില്ല ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത്. ഇന്റർനാഷണൽ ആണെങ്കിൽ നല്ല കൺവേർഷൻ സ്നാപ്ചാറ്റിൽ വരും, ബട്ട് ഇന്ത്യൻ ഓഡിയൻസിന് അത് വരില്ല. സോ ഗൂഗിൾ ആഡ്സിനെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, മെറ്റ ആഡ്സ് യൂസ് ചെയ്താൽ മതി. വൺസ് നിങ്ങളെ ഈ പ്രൊഡക്റ്റ് ബ്രാൻഡിലേക്കൊക്കെ മാറുന്ന സമയത്ത് നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്യാം. സോ മെറ്റ ആഡ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഈ മെറ്റ ആഡ്സ് കൂടിയാണ് നിങ്ങൾക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരേ സമയം ആഡ് റൺ ചെയ്യാൻ പറ്റുക. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും ഒരു ബൂസ്റ്റ് ഓപ്ഷൻ. ഈ ബൂസ്റ്റ് ഓപ്ഷൻ ഒരുപാട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ ബൂസ്റ്റ് ഓപ്ഷൻ വെച്ചിട്ട് എന്തെങ്കിലും കൺവേർഷൻ കിട്ടുന്നത്. അത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ലൈക്ക് നമുക്കത് പറയാൻ പറ്റില്ല. ബൂസ്റ്റ് ഓപ്ഷന്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് വെച്ചാൽ പ്രൈസ് കുറവാന്ന് തോന്നുന്നു, ബട്ട് അത് നമുക്ക് വേണ്ട ടാർഗറ്റ് ഓഡിയൻസിന് നമുക്ക് കിട്ടില്ല. ഈ ബൂസ്റ്റ് ഓഡിയൻസ് നമുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം 100 രൂപയ്ക്ക് ചിലപ്പം 2000 വ്യൂസ് 10,000 വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ടാവും, ബട്ട് അത് ഏതോ ഒരു ഓഡിയൻസിലേക്കും പോവുക. ലൈക്ക് നമ്മളിപ്പം കിച്ചണിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളിപ്പം വെബ്സൈറ്റിൽ ഇട്ട് കഴിക്കുക, മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ കിച്ചണിന്റെ പ്രൊഡക്റ്റ് നമ്മൾ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് ആ ബൂസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ആ കിച്ചൺ പ്രൊഡക്റ്റ് ചിലപ്പം പ്രോബബ്ലി റീച്ച് ആവുന്നത് ചിലപ്പം കാറിന്റെ ഓഡിയൻസ് അല്ലെങ്കിൽ കിഡ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് കിച്ചണിന്റെ പ്രൊഡക്റ്റ് പറയുന്നത് വീട്ടിലെ എന്താ പറയുക വീട്ടുകാരായിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് വേണ്ടത്. ലൈക്ക് കിച്ചണുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ അല്ലെങ്കിൽ ഹോം ബേസ്ഡ് സംഭവങ്ങൾ റീച്ച് ഉള്ളവർ, ലൈക്ക് അവരായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർ. സോ അവരെയാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പം ഈ ബൂസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ചെയ്തിട്ട് വെറുതെ പൈസ പോകുള്ളൂ, അതുകൊണ്ട് വലിയ കാര്യമില്ല. സോ അതിന് പകരം നിങ്ങൾ മെറ്റ ആഡ്സ് യൂസ് ചെയ്യാം. സോ മെറ്റ ആഡ്സിനെ പറ്റി വിശദീകരിച്ച് പറയുന്ന സമയത്ത് ഈ ടെസ്റ്റിംഗ് ഫേസ്
സ്കെയിലിംഗ് ഫേസ് അല്ലെങ്കിൽ കില്ലിംഗ് ഫേസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ട്രക്ചർ ഉണ്ടാവും. സോ അത് മൊത്തത്തിൽ എനിക്ക് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ മെറ്റാ ആഡ്സിന്റെ ഏറ്റവും മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഈ ടാർഗറ്റിംഗ്, നമുക്ക് ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്യാം ഓഡിയൻസിനെ. ഞാനിപ്പോൾ കിച്ചണിന്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വിചാരിച്ചു. സോ ഈ കിച്ചണിന്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ചിലപ്പം ഓഡിയൻസ് മാറിപ്പോവും. നമ്മൾ സോഷ്യൽ മീഡിയ ഓർഗാനിക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം കിച്ചണിന്റെ പ്രൊഡക്റ്റിനുള്ള ചിലപ്പം കാറിന്റെ നീച്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓഡിയൻസിന് വരിക. സോ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റാ ആഡ്സിൽ ആ ഒരു ഫീച്ചർ. നമ്മളിപ്പം ബൂസ്റ്റ് ആഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചു. ആ 100 രൂപയ്ക്ക് ചിലപ്പം ഞാൻ പറഞ്ഞില്ല മിക്സ്ഡ് ഓഡിയൻസിനായിരിക്കും റീച്ച് ആവാം. ബട്ട് നമ്മളിപ്പം എക്സാമ്പിൾ ആയിട്ട് ഒരു 100 രൂപ ഈ ഫേസ്ബുക്ക് ആഡ്സിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ 100 രൂപയ്ക്ക് എത്രത്തോളം പേര് നമ്മുടെ ആഡ് വാച്ച് ചെയ്യുന്നോ അത് മൊത്തം നമുക്ക് വേണ്ട ഓഡിയൻസ് ആയിരിക്കും. ആ ഓഡിയൻസിൽ നിന്നായിരിക്കും നമുക്ക് കൺവേർഷൻ വരിക. സോ ഈ ഓഡിയൻസ് ടാർഗറ്റിംഗ് എങ്ങനെയാണ് മെറ്റാ ആഡ്സ് വഴി വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതായത് നമ്മളിപ്പം ഗൂഗിളിലൊക്കെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് സെർച്ച് ചെയ്ത് നോക്കും. നമുക്കും ആപ്പിളിന്റെ കേസ് അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ചിലപ്പം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് ആഡ് പോലെയൊക്കെ വരിക. അതായത് നമ്മൾ സെർച്ച് ചെയ്ത പ്രൊഡക്റ്റ്. അപ്പം നിങ്ങൾക്ക് ചോദ്യമൊക്കെ ഉണ്ടാവും, ഇതെങ്ങനെ ഞാൻ ഇപ്പം ഗൂഗിളിൽ നോക്കിയാൽ ഇതെങ്ങനെ ഇതിൽ വന്നതൊക്കെ. അതെന്താ വെച്ചാൽ ഓൾറെഡി അത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പറയുന്നത് മെറ്റ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് റൺ ചെയ്യുന്നത്. സോ ഈ മെറ്റ എന്ന് പറയുന്നത് നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ആണെങ്കിലും നമ്മുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ഫോണിൽ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും അത് ഈ മെറ്റാൻ്റെ എടുത്തുണ്ടാവും. സോ നിങ്ങൾ ഏതെങ്കിലും പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റാബേസിലേക്ക് മാറും. ലൈക്ക് ഞാനിപ്പം കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് സെർച്ച് ചെയ്യുന്നത്. ഗൂഗിൾ ഞാൻ സെർച്ച് ചെയ്യുക കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റ്. സോ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ടായിട്ട് ഞാൻ കിച്ചണുമായിട്ട് എൻഗേജ് ചെയ്ത്. സോ മെറ്റ നേരെ എന്നെ കിച്ചണിന്റെ ഇതിലേക്ക് കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്യും. ലൈക്ക് അവിടെ നിന്ന് ഇപ്പോൾ ഒരാൾ അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യുക. സോ അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി എൻഗേജ് ചെയ്യും ഈ ഗൂഗിളിൽ കൂടെ. സോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ തുറക്കുന്ന സമയത്ത് അവരുടെ ആഡ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് ഞാൻ കിച്ചണായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മെറ്റയ്ക്ക് മനസ്സിലായി. ഈസി. പിന്നെ ഇമ്പോർട്ടൻറ്റ് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് ആഡ്സ് അല്ലെങ്കിൽ മെറ്റ ആഡ്സ് നിങ്ങൾ റൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ മിനിമം ക്യാപിറ്റൽ എന്താണെന്നുള്ളത്. 1000 രൂപീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, 5000 രൂപീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? നോ. നിങ്ങൾക്ക് മിനിമം ഇന്ത്യൻ മാർക്കറ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ 1 മന്ത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 30K to 50K എങ്കിലും മിനിമം ക്യാപിറ്റൽ നിങ്ങൾക്ക് റിക്കോർഡാം. ആരെങ്കിലും ഒരാൾ നിങ്ങളോട് പറയുന്നുണ്ട് 1000 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ 10,000 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ. സ്റ്റാർട്ട് ചെയ്യാം, ബട്ട് നിങ്ങൾ ആ പൈസ ബേൺ ആവുക. മെറ്റാ ആഡ്സിൽ തന്നെ കുറെ സ്ട്രക്ചർ ഉണ്ട്, ടെസ്റ്റിംഗ് ഫേസ്, സ്കെയിലിംഗ് ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഈ ടെസ്റ്റിംഗ് ഫേസിൽ തന്നെ നിങ്ങൾ പൈസ ഒരുപാട് ചിലവാവില്ല, ബട്ട് നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നിങ്ങളോട് ആരെങ്കിലും ഈ 1000 രൂപീസ് അല്ലെങ്കിൽ 5000 രൂപീസിലൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. ബിക്കോസ് നിങ്ങൾക്ക് പറ്റും, ലൈക്ക് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് റൺ ചെയ്ത് നോക്കാം, സെയിൽസ് വരുന്നുണ്ടോ നോക്കാം, ബട്ട് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് റൺ ആയതിൻ്റെ അടുത്ത പ്രൊഡക്റ്റിലേക്ക് മൂവ് ചെയ്യണം, അതിന് നിങ്ങൾക്ക് ക്യാപിറ്റൽ വേണം. സോ അറ്റ്ലീസ്റ്റ് 30K to 50K നിങ്ങൾക്ക് വേണം ക്യാപിറ്റൽ. ഇതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഒരു പ്രൊഡക്റ്റ് റൺ ചെയ്ത് ആ പ്രൊഡക്റ്റ് തന്നെ ചിലപ്പോൾ വിന്നിങ് കിട്ടിയെന്ന് വരില്ല. ആ പ്രൊഡക്റ്റിന് ചിലപ്പോൾ ഇത്രത്തോളം പൈസ ഓൾറെഡി ബേൺ ആയി. സോ അതിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. ആ പൈസ ബേണായി, ആ പൈസ ഡെഡായി, അങ്ങനെ വിചാരിച്ചാൽ മതി. ഈ 30K to 50K ചിലപ്പോൾ ഒരു 2000 to 5000 ഒക്കെ ചിലപ്പം ഒരു പ്രൊഡക്റ്റിന് ചിലവായി നേരം, ബേണായി നേരം. അപ്പൊ എന്നാലേ നമുക്ക് മനസ്സിലാവും ഈ ഒരു പ്രൊഡക്റ്റ് വിന്നിങ് ആണോ അല്ലെന്ന് ടെസ്റ്റിംഗ് ഫേസിൽ. സോ അത് വെച്ചിട്ടേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അഥവാ അത് വിന്നിങ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പൈസ ബേണായി. സോ അടുത്ത 2000 to 5000 നമ്മൾ കണ്ടുപിടിക്കണം ടെസ്റ്റിംഗ് ഫേസിലേക്ക്. സോ നമുക്ക് ചിലപ്പം 5-10 പ്രൊഡക്ട്സ് ഒക്കെ ചിലപ്പം ഡയറക്റ്റ് വിന്നിങ് കിട്ടില്ല എന്നൊക്കെ വരാം. അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് പോലെ ഉണ്ടാവും. സോ ചിലപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ വിന്നിങ് വരാം. അത് നിങ്ങളുടെ സെലക്ഷൻ പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് 30K to 50K എങ്കിലും മിനിമം ബഡ്ജറ്റ് വേണം. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റിങ് വിന്നിങ് ആയി കഴിഞ്ഞാൽ സോ അത് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് വേണം. സോ ആ ഒരു ക്യാഷ് ഫ്ലോ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം എമൗണ്ട് വേണ്ടത്. സോ ഇതിലും കൂടുതൽ, അതായത് ഒരുപാട് കാര്യങ്ങൾ ഈ മെറ്റാ ആഡ്സിൽ നിങ്ങൾക്ക് പഠിക്കാറുണ്ട്. കാരണം ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇതിന്റെ മെട്രിക്സ് അല്ലെങ്കിൽ ഇതിന്റെ ഡാറ്റ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ നിങ്ങൾ 500 രൂപയെങ്കിൽ 500 രൂപ അതൊന്ന് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ബട്ട് ആ ഒരു പൈസ നിങ്ങൾക്ക് ബേൺ ആവും. ഓക്കെ, ആ ഒരു പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല, ബട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. എക്സ്പീരിയൻസ് ഈസ് മാറ്റർ. മെറ്റാ ആഡ്സിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം പൈസ ഇതിൽ ബേൺ ചെയ്യുന്നോ അത്രത്തോളം എക്സ്പീരിയൻസ് നിങ്ങൾ ഗെയിൻ ചെയ്യും. ലൈക്ക് നിങ്ങളിപ്പം 1000 രൂപീസ് ബേൺ ചെയ്യുക, ഓക്കെ, നിങ്ങൾ അത്രത്തോളം ലേൺ ചെയ്ത് ആ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ അത്രത്തോളം ലേൺ ചെയ്യും. കാരണം ഇതിലെ മെട്രിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് ഫേസ്ബുക്കിന്റെ ROS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ CPP, CPM കാര്യങ്ങളൊക്കെ അങ്ങനെ കുറെ ഡാറ്റാ സെറ്റ് അതിൽ കിടക്കുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ആഡ് റൺ ചെയ്യുന്ന വേണം. അത് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നതിനെ കൊണ്ട് ചിലപ്പോൾ മനസ്സിലാകുന്നില്ല. റണ്ണ് ചെയ്തിട്ട് പിന്നെയാണ് ഈ പറഞ്ഞു തന്നത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ ഇത്രത്തോളം ഞാനിപ്പം ഈ ഒരു മാർക്കറ്റിങ്ങിനെ പറ്റി പറയുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത്രത്തോളം ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും.
ഇനി നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് ഇന്ത്യയിൽ ഓർഗാനിക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേശം ടൈം പിടിക്കും. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഓർഗാനിക് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണെന്നോ അതിനെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണാം. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ മൊത്തത്തിൽ ഒരു കേസ് സ്റ്റഡി പോലെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാണാം, എൻജോയ്.